രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിനുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ക്രൈംബ്രാഞ്ച് റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും. രാഹുലിനെതിരെ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ആദ്യമെടുക്കും. ഗർഭഛിദ്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ രൂപം നൽകിയേക്കുമെന്നാണ് വിവരം. സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും വനിതാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അടങ്ങുന്നതായിരിക്കും ഈ ടീം. ആദ്യം പരാതിയുമായി പരസ്യമായി രംഗത്തെത്തിയ 3 പേരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. റിനി അന്ന, അതോടൊപ്പം അവന്തിക, അതോടൊപ്പം ഹണി ഭാസ്കർ, ഈ 3 പേരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മൊഴിയെടുക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട്, അതായത് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയുടെ ഉറവിടം എവിടെയാണോ ആ യുവതിയെ കണ്ടെത്താനും അവരുടെ മൊഴി രേഖപ്പെടുത്താനുമുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മൊഴി നൽകാൻ പലരും വിസമ്മതിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായി ഇവരുടെ വീടുകളിലെത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യത ഹനിക്കപ്പെടുന്ന ഒന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുക എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ 3 വകുപ്പുകളാണ് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ചുമത്തിയിരിക്കുന്നത്. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അതോടൊപ്പം ഭീഷണിപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിക്കുന്ന മുറയ്ക്ക് ഈ വകുപ്പുകൾ കൂടുതൽ അഡീഷണലായി ചേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അതിൽ ഒരു തരത്തിലുള്ള പരാതികളും ഉയർന്നിട്ടില്ല, ഇത് ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുകയും നിയമപരമായ നടപടികളിലേക്ക് ഇത് കടക്കുകയും കൂടി ചെയ്യുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.